ഹായ് വെൽക്കം ടു മാറ്റ്കം. തത്കാൽ ടിക്കറ്റുമായി ബന്ധപ്പെട്ട വീഡിയോ അപ്ലോഡ് ചെയ്തതിന് ശേഷം വന്ന ഡൗട്ടാണ് തത്കാൽ ടിക്കറ്റ് നോർമൽ ടിക്കറ്റുമായുള്ള വ്യത്യാസം എന്ത്, ഇവയുടെ ഫെയറിൽ എങ്ങനെ വ്യത്യാസപ്പെടുന്നു, നമുക്ക് ഈ ബുക്കിങ്ങിൽ എന്താണ് ഡിഫറൻസ് ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളെ സംബന്ധിച്ച്. തത്കാൽ ടിക്കറ്റ് എന്ന് പറയുന്നത് നമ്മൾ ജേർണി സ്റ്റാർട്ട് ചെയ്യുന്നതിന് ഒരു ദിവസം മുമ്പ് ബുക്ക് ചെയ്യുന്ന ടിക്കറ്റാണ് തത്കാൽ ടിക്കറ്റ്. ബട്ട് നമ്മൾ നോർമൽ ട്രെയിൻ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ എന്താണോ ജേർണി സ്റ്റാർട്ട് ചെയ്ത്, ഫോർ എക്സാമ്പിൾ ആ ട്രെയിനിന്റെ ഷെഡ്യൂൾഡ് ജേർണി എന്താണോ അതിന് 120 ദിവസം മുമ്പ് മുതൽ നമുക്ക് നോർമൽ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ പറ്റും. അത് ഏത് ക്ലാസ്സിലും ബുക്ക് ചെയ്യാം. AC ഫസ്റ്റ് ഇയർ AC, സെക്കൻഡ് ഇയർ AC, തേർഡ് ഇയർ AC എക്കണോമി, സ്ലീപ്പർ, ടു ഷെയറിംഗ്, AC ചെയർക്കാർ, ഏത് ടിക്കറ്റ് വേണമെങ്കിലും നമുക്ക് തത്കാലിൽ നോർമലിൽ ബുക്ക് ചെയ്യാം. പക്ഷെ തത്കാൽ എന്ന് പറയുന്നത് നമ്മുടെ ഷെഡ്യൂൾഡ് ജേർണിക്ക് ഒരു ദിവസം മുമ്പും, ഫോർ എക്സാമ്പിൾ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ ഒക്ടോബർ 1-ാം തീയതി ആരംഭിക്കുന്ന ഒരു ട്രെയിൻ ആരംഭിക്കുക ഒക്ടോബർ 1-ാം തീയതിയാണ് എങ്കിൽ സെപ്റ്റംബർ മാസം 30-ാം തീയതി 10 മണിക്കോ 11 മണിക്കോ നമുക്ക് തത്കാൽ ബുക്ക് ചെയ്യാം. AC കമ്പാർട്ട്മെന്റുകളാണെങ്കിൽ 10 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കും. നോൺ AC കമ്പാർട്ട്മെന്റ് സ്ലീപ്പർ അല്ലെങ്കിൽ ടു ഷെയറിംഗ് ആണ് എങ്കിൽ നമുക്ക് 11 മണിക്ക് ബുക്കിംഗ് ആരംഭിക്കുന്നതാണ്. നോർമൽ ടിക്കറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 1-ാം തീയതി ആരംഭിക്കുന്നതാണ്. അതിന് 120 ദിവസം മുമ്പ് എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് ആ ടിക്കറ്റ് ബുക്ക് ചെയ്യാവുന്നതാണ്. 120 ദിവസം മുമ്പാണ് നമുക്ക് ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുന്നത്. രണ്ടിന്റെ പ്രൊസീജിയേഴ്സ് സെയിം ആണ് എങ്കിലും ഞാനത് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. ഫോർ എക്സാമ്പിൾ നമ്മളിപ്പോൾ പോവുകയാണെങ്കിൽ IRCTC ടിക്കറ്റ് ബുക്കിംഗ് അതിനകത്ത് നിങ്ങൾ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾ എടുത്തു കഴിയുമ്പോൾ ലോഗിൻ അല്ലെങ്കിൽ രജിസ്റ്റർ എന്ന രണ്ട് ഓപ്ഷൻസ് കാണിക്കും. നിങ്ങൾക്ക് IRCTC ഒരു അക്കൗണ്ട് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഇല്ല എങ്കിൽ രജിസ്റ്റർ എന്ന് പറയുന്ന ഓപ്ഷൻ ചൂസ് ചെയ്ത് ചെയ്തതിനു ശേഷം പ്ലീസ് യൂസ് എ വാലിഡ് നമുക്കൊരു വാലിഡ് ഇമെയിൽ ID ഉണ്ടാവണം, മൊബൈൽ നമ്പർ ഉണ്ടാവണം, നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആയിട്ട് നമ്മൾ കൊടുക്കണം. യൂസർ നെയിം നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഒരു നോർമൽ നിങ്ങളുടെ നെയിം അല്ലാതെ എന്തെങ്കിലും ഒരു യൂസർ നെയിം പോലെ, ഫോർ എക്സാമ്പിൾ രാഹുൽ MPR, രമേഷ് PQR, അല്ലെങ്കിൽ സീത NMR, അങ്ങനെ എന്തെങ്കിലും ഒരു സ്പെസിഫിക് ഒരു പ്രത്യേക തരത്തിലുള്ള യൂസർ നെയിം കൊടുക്കാം. നിങ്ങളുടെ മുഴുവൻ പേര്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പാസ്വേഡ് കൊടുക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഒരു ക്യാപിറ്റൽ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്മോൾ ലെറ്റർ ഉണ്ടാവണം, ഒരു സ്പെഷ്യൽ ക്യാരക്ടർ, ഫോർ എക്സാമ്പിൾ @ അല്ലെങ്കിൽ +, ഇങ്ങനെയുള്ള എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ക്യാരക്ടർ ഉണ്ടാവണം. അതിന് കൂടെ ഒരു നമ്പറും ഉണ്ടാവണം. കൺഫേം ചെയ്യുക, ഇമെയിൽ ID കൊടുക്കുക, നിങ്ങളുടെ മൊബൈൽ നമ്പർ കൊടുക്കുക. നിങ്ങൾ ഈ ക്യാപ്ച എൻ്റർ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ മെയിലിലേക്കും മൊബൈലിലേക്കും OTP വരും. ആ OTP എൻ്റർ ചെയ്ത് നിങ്ങളുടെ അക്കൗണ്ട് ക്രിയേറ്റഡ്. അപ്പൊ നിങ്ങൾ കൊടുത്തിരിക്കുന്ന ഒരു യൂസർ നെയിം ഉണ്ട്, പാസ്വേഡ് ഉണ്ട്. ആ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ലോഗിൻ ചെയ്യാവുന്നതാണ്. ലോഗിൻ ചെയ്യാൻ നേരം നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾ എൻ്റർ ചെയ്യുക. ഞാൻ ഓൾറെഡി രജിസ്റ്റർ ചെയ്ത് വെച്ചിരിക്കുന്നത് എൻ്റെ ഓട്ടോമാറ്റിക് എൻ്റർ ആയതാണ്. അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ ഇവിടെ തന്നിരിക്കുന്ന ക്യാപ്ച എൻ്റർ ചെയ്തു. BE ഓരോ തവണ ഓരോ ക്യാപ്ചർ ആയിരിക്കും നമ്മൾ ക്യാപ്ചർ എൻ്റർ ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ നിങ്ങൾക്ക് അത് പറ്റില്ല എന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ ലോഗിൻ ബൈ യൂസിങ് OTP എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അവിടെ നിങ്ങളുടെ മൊബൈൽ നമ്പർ എൻ്റർ ചെയ്താൽ നിങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലേക്ക് OTP വരും, ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് എൻ്റർ ചെയ്യാം. നിങ്ങൾക്ക് എവിടെ നിന്ന് എങ്ങോട്ടേക്കാണ് ട്രാവൽ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ട്രാവൽ ചെയ്യേണ്ടത് ഡൽഹി ടു മുംബൈ, ഏറ്റവും ട്രെയിൻ ഉള്ളൊരു പോയിന്റ് ഡൽഹി ടു മുംബൈ ആണ് നിങ്ങൾ ട്രാവൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡേറ്റ്. ഇതിന് മുമ്പോട്ട് നിങ്ങൾ നോക്കിയാൽ ജനുവരി മാസം 25-ാം തീയതി വരെയുള്ള ട്രെയിനുകൾക്ക് ടിക്കറ്റ് നിങ്ങൾക്ക് എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിന് നിങ്ങൾ ഏത് ട്രെയിൻ ഡേറ്റ് വേണം ആ ഡേറ്റ് നിങ്ങൾ ചൂസ് ചെയ്യാം. ഞാൻ ജനുവരി 15 ഡേറ്റ് എടുത്തു. ഇവിടെ നിങ്ങൾ നോക്കാം ട്രാവൽ ചെയ്യുന്നത് ജനറൽ ആണോ, ലേഡീസ് ആണോ, നിങ്ങൾക്ക് ലോവർ ബർത്ത്. ഫോർ എക്സാമ്പിൾ പുതിയ IRCTC റൂൾ അനുസരിച്ച് ലോവർ ബർത്ത് എന്ന് പറഞ്ഞാൽ സീനിയർ സിറ്റിസന് മാത്രമേ കൊടുക്കുള്ളൂ. പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി ആണ് ഡ്യൂട്ടി പാസ് എന്ന് പറഞ്ഞാൽ ഫോർ എക്സാമ്പിൾ ആംഡ് ഫോഴ്സിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ ഇവിടെ ഡ്യൂട്ടിയുടെ ഭാഗമായിട്ട് ട്രാവൽ ചെയ്തവർക്ക് ഡ്യൂട്ടി പാസ് ഉണ്ട്, അങ്ങനെയുള്ളവരാണ്. അപ്പോൾ നിങ്ങൾ ഇതിനകത്ത് ഏതാണ് കൃത്യമായിട്ട് സെലക്ട് ചെയ്യണം. കാരണം സീനിയർ സിറ്റിസൺ ഒക്കെ പ്രത്യേക പ്രയോറിറ്റി, ടിക്കറ്റ് ചാർജുകളിൽ വ്യത്യാസം വരും. അതുപോലെ തന്നെ ലേഡീസിന്റെ പ്രത്യേക പ്രിഫറൻസുകൾ കിട്ടും. അപ്പോൾ നിങ്ങൾ ഇതിൽ ഏത് കാറ്റഗറി പെട്ടതാണെന്നുള്ളത് കൃത്യമായിട്ട് ചൂസ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ ഞാൻ ജനറൽ ചൂസ് ചെയ്തു. നിങ്ങൾക്ക് ഏത് ക്ലാസ് ഓഫ് ടിക്കറ്റ് ആണ് വേണ്ടത്? ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ക്ലാസ് AC ആണോ, വിസ്റ്റഡം AC ആണോ, എക്സിക്യൂട്ടീവ് ചെയർക്കാർ ആണോ, AC 2 ടയർ ആണോ, ഫസ്റ്റ് ഓരോ പല ട്രെയിനിലും പല ടൈപ്പ് ഓഫ് ക്ലാസ്സുകൾ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൽ ഏതാണ് കംഫർട്ടബിൾ ആയിട്ടുള്ളത് അത് നിങ്ങൾ ചൂസ് ചെയ്യാം. ഇപ്പോൾ ഞാനിപ്പോൾ സ്ലീപ്പർ, എല്ലാ ആളുകൾക്കും ആവശ്യമുള്ള സാധനം സ്ലീപ്പർ, ഞാൻ സ്ലീപ്പർ ചൂസ് ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള ക്ലാസ് ചൂസ് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ കുറേ ട്രെയിനുകൾ നിങ്ങൾക്ക് ഇങ്ങനെ കാണാനായിട്ട് പറ്റും. ഇതിനകത്ത് നിങ്ങൾക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ടൈമിൽ, ഫോർ എക്സാമ്പിൾ ഇവിടെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം നിന്നുണ്ട് 13:10 7:05 അവസാനിക്കുന്നു. കേരള യസ്ക്രാന്തി എക്സ്പ്രസ് നമ്മുടെ ട്രെയിൻ ടിക്കറ്റ് അവൈലബിൾ ആണോ നോക്കുക. സ്ലീപ്പർ 84 ടിക്കറ്റ് ഉണ്ട്. AC എക്കണോമിയിൽ നോക്കാം. AC എക്കണോമിയിൽ നോക്കി 20 ടിക്കറ്റ് ഉണ്ട്. അതുപോലെ തന്നെ ഇപ്പം നിങ്ങളിപ്പോൾ 15-ാം തീയതി ഉണ്ട്, നിങ്ങൾക്ക് 15-ാം തീയതി പോകാൻ താല്പര്യം, വേറൊരു ഡേറ്റ് ആണ് 17-നുണ്ട്, 22-നുണ്ട്. അതുപോലെ ഇവിടെ നോക്കുമ്പോൾ ഇവിടെ വെയിറ്റിംഗ് ലിസ്റ്റ് ആണ്, പക്ഷെ 17-ാം തീയതി ടിക്കറ്റ് ഉണ്ട്. AC എക്കണോമിയിൽ നോക്കുക 5 ടിക്കറ്റ്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണ് കംഫർട്ടബിൾ അത് നിങ്ങൾ സെലക്ട് ചെയ്യുക. ഫോർ എക്സാമ്പിൾ ഞാൻ ഇത് നോക്കാൻ വേണ്ടി ഇപ്പോൾ സ്ലീപ്പർ സെലക്ട് ചെയ്തു, ബുക്ക് നൗ കൊടുത്തു. സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡിങ് പോയിന്റും കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്തുക. അതിനുശേഷം
അതിനുശേഷം നിങ്ങൾ ഇതിൽ വന്നതിന് ശേഷം ന്യൂഡൽഹി ടു പനവേലാണ് നമ്മൾ ട്രാവൽ ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് നോക്കുക. അതിനുശേഷം നിങ്ങളുടെ ഡീറ്റെയിൽ, പാസഞ്ചറുടെ പേര്, ഏജ്, ജെൻഡർ, ഏത് ബർത്ത് ആണ് നിങ്ങൾക്ക് താല്പര്യം, ആ ഡീറ്റെയിൽ കൂടി എൻ്റർ ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഗോ ഫോർ ദ പേയ്മെന്റ് ഓപ്ഷൻ. ഏത് പേയ്മെന്റ്, കണ്ടിന്യൂ. നിങ്ങളുടെ ഡീറ്റെയിൽസ് കറക്റ്റ് ആണെന്ന് ഉറപ്പുവരുത്തുക. ദറ്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. ഓരോ തവണയും ഓരോ ക്യാപ്ച ആയിരിക്കും. ക്യാപ്ച എൻ്റർ ചെയ്ത് കൊടുക്കുക. കണ്ടിന്യൂ കൊടുക്കുക. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നിങ്ങൾക്ക് ഇതിനകത്ത് ഏത് പേയ്മെന്റ് മെത്തേഡ് അനുസരിച്ച് വേണമെങ്കിലും പേയ്മെന്റ് ചെയ്യാവുന്നതാണ്. സോ പേയ്മെന്റ് യൂസിങ് IRCTC, UPI or whatever may be. നിങ്ങളുടെ ഇവിടെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഫോർ എക്സാമ്പിൾ കേരള ക്രാന്തി എക്സ്പ്രസ്, ന്യൂഡൽഹി ടു പനവേൽ, ഏത് നിങ്ങളുടെ മെയിൽ ID അഡ്രസ്സോടെ കറക്റ്റ് ആണ്, ടിക്കറ്റ് ഫെയറും കാര്യങ്ങളൊക്കെ കറക്റ്റ് ആണ്, പേ ആൻഡ് ബുക്ക് കൊടുക്കുക. നിങ്ങളുടെ പേയ്മെന്റിലേക്ക് വരും. നിങ്ങളുടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു QR കിട്ടും. നിങ്ങളുടെ ഏതെങ്കിലും ഒരു UPI ആപ്പ് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് അത് സ്കാൻ ചെയ്ത് പേയ്മെന്റ് നടത്താം. അപ്പോൾ ഓട്ടോമാറ്റിക് നിങ്ങളുടെ പേയ്മെന്റ് സക്സസ്ഫുൾ ആയി കഴിയുമ്പോൾ നിങ്ങളുടെ മൊബൈൽ നമ്പറിലേക്കും ഇമെയിലിലേക്കും ടിക്കറ്റ് എലോങ് വിത്ത് PNR നമ്പറോട് കൂടി നിങ്ങൾക്ക് ടിക്കറ്റ് അവൈലബിൾ ആവുന്നതാണ്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് IRCTCയിൽ ഒരു നോർമൽ ടിക്കറ്റ് ബുക്ക് ചെയ്യാനായിട്ട് പറ്റുക. ഇപ്പം നോർമൽ ടിക്കറ്റിന് പകരം നിങ്ങൾ തലേദിവസം തൽക്കാലം ബുക്ക് ചെയ്ത് തൽക്കാലം ഡീറ്റെയിൽ നടത്തുന്നത്. അപ്പോൾ തൽക്കാലം നോർമൽ ടിക്കറ്റ് നമ്മൾ വ്യത്യാസം, രണ്ടും ട്രാവൽ ചെയ്യുന്ന ഒരേ ട്രെയിനിൽ തന്നെയായിരിക്കും. ഡിഫറൻസ് എന്ന് പറഞ്ഞ ഒരു തൽക്കാലം എന്ന് പറയുന്നത് ഇമ്മീഡിയറ്റ്ലി 1 day prior ആണ് നമ്മൾ ചെയ്യുക. അതിനകത്ത് ഫെയർ ഇച്ചിരി കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു എമർജൻസി ട്രാവലുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് തൽക്കാലം. പിന്നെ നോർമൽ ടിക്കറ്റിന് തൽക്കാൽ ടിക്കറ്റിന്റെ വ്യത്യാസം, തൽക്കാൽ ടിക്കറ്റ് എടുത്തതിന് ശേഷം ക്യാൻസൽ ചെയ്താൽ നിങ്ങൾക്ക് ₹1 പോലും റീഫണ്ട് കിട്ടില്ല. ബട്ട് നോർമൽ ടിക്കറ്റാണ് എടുത്തതിന് ശേഷം നിങ്ങൾ ക്യാൻസൽ ചെയ്താൽ IRCTC ക്യാൻസലേഷൻ പോളിസി അനുസരിച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഫെയറിൽ നിങ്ങൾക്ക് നിങ്ങളുടെ എമൗണ്ട് റീഫണ്ട് ചെയ്ത് കിട്ടുന്നതാണ്. ഓക്കെ, ഇൻഫർമേഷൻ വളരെ യൂസ്ഫുൾ ആയിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ക്ലാരിറ്റി ആവശ്യമുണ്ടെങ്കിൽ അത് കമന്റ് സെക്ഷനിൽ ചോദിക്കുക. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ദിസ് പർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്. കീപ് വാച്ചിങ്, കീപ് ലേണിംഗ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.